ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും അകത്തുനിന്ന് ഒച്ചയും ബഹളവും കരച്ചിലും പിടിച്ചിലും ഒക്കെ കേൾക്കുന്നത്. ഞാൻ ചെല്ലാണ്ട് എന്തോ ആയാലും ആ പ്രശ്നം പരിഹരിക്കത്തില്ല. ഏട്ടത്തിയനിയത്തിയും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അടിയും വഴക്കും ബഹളമാണ് കേട്ടോ. പിന്നെ ഓടി ചെന്ന് രണ്ടു പേർക്കും രണ്ടെണ്ണം കൊടുക്കുമ്പം എന്തോ ഒരു മനസമാധാനം. അവർക്കും കൊടുത്തില്ലെങ്കിൽ എനിക്കും മനസമാധാനക്കേടാണ് കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമാവും. പിന്നെ കുറേ സമയത്തേക്ക് അനക്കും ബഹളവും ഒന്നും കേൾക്കത്തില്ല. പിന്നെ രണ്ടും കൂടെ നല്ല സ്നേഹമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അടുത്ത വഴക്ക്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ലഞ്ച് വീഡിയോയിൽ ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ സ്പെഷ്യൽ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടയ്ക്കത്തോരനാണ് കേട്ടോ. ഇന്നലെ കുറച്ച് ചുണ്ടയ്ക്ക പറിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ രാവിലെ തോരനാക്കി. ഇതിനോടൊപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും സവാള ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കൊഴുപ്പ് കിട്ടത്തില്ല കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റുള്ള ഒന്നാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മൾ വെച്ചത് തേങ്ങാച്ചമ്മന്തിയാണേ. നമ്മുടെ കാന്താരി മുളക് സുലഭമായിട്ട് കിട്ടുന്നത് കൊണ്ട് 3-4 ദിവസം കൊണ്ട് വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ഇത്തിരി കോവയ്ക്ക് രാവിലെ പറിക്കാനുണ്ടായിരുന്നു. ഉണക്കായതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു മെഴുക്കുരട്ടിക്കുള്ളത് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ വെച്ചത് മുട്ട വറുത്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മുട്ട ഇങ്ങനെ വറുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് പൊരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഇന്ന് എന്തോ ഇങ്ങനെ എങ്ങും ഉണ്ടാക്കി. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ ലഞ്ചിൽ ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.